ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുട്ടികൾക്ക് ലഞ്ചിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് എഗ് റൈസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാനിൽ നമുക്കൊരു ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി ഡ്രൈ ആവാൻ നിൽക്കരുത്. ചെറിയൊരു നനവോട് കൂടി തന്നെ നിൽക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി, ആവശ്യമായിട്ടുള്ള ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം റൈസ് ഇടുന്നു റൈസിനോട് വേണ്ട ഉപ്പുകൂടി നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എഗ്ഗിലോട്ട് മുളക് പൊടി ഉപ്പും എല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടിയുടെ ഒരു പച്ചപ്പും ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തോട്ട് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 തവി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മോൻ കുറച്ച് കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമുക്കപ്പോൾ ഒരു മുട്ടയ്ക്ക് ഒരു 3-4 തവി നമുക്കെടുക്കാം. എന്നാലും നല്ല രീതിയിൽ എഗ്ഗിൻ്റെ ഫ്ലേവർ ഉണ്ടാകും. ഇതിപ്പോൾ ഒരു 2 തവി ഇട്ടിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഈ റൈസിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ്ഗിൻ്റെ ഫ്ലേവർ, മുളക് പൊടി, ഉപ്പ് എല്ലാം ഈ റൈസിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം ഓയിൽ കൂടി ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ എഗ് റൈസ് തന്നെ പല രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വേറൊന്നുമല്ല, മോൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ രാവിലെ നമുക്ക് എണീക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, കുട്ടിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു മുട്ടയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അഭിപ്രായങ്ങൾ അറിയിക്കുക.